ശിരൂരിൽ ഇപ്പോൾ ദൗത്യം പുരോഗമിക്കുകയാണ്. അവിടെ നിന്ന് കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നത് എന്ന് സംശയിക്കുന്ന തരത്തിലുള്ള മരക്കഷ്ണങ്ങൾ കണ്ടെത്തി എന്നുള്ള വിവരം കൂടി ഇപ്പോൾ വരുന്നുണ്ട്. ഇന്ന് രാവിലെ അവിടെ ഡ്രഡ്ജിംഗ് ആരംഭിച്ചിരുന്നു. അതിനിടയിലാണ് ഇപ്പോൾ പുതിയ ചില സൂചനകൾ കൂടി ലഭ്യമാകുന്നത്. അർജുന്റെ ലോറിക്കായുള്ള തെരച്ചിൽ അവിടെ തുടരുകയാണ്. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ ചില ലോകഭാഗങ്ങളൊക്കെ കണ്ടെത്തിയിരുന്നു. പക്ഷേ അത് അർജുന്റെ ലോറിയുടേതാണെന്ന് സ്ഥിരീകരിച്ചിരുന്നില്ല. ഇന്നത്തെ തെരച്ചിലിലും ലോകഭാഗങ്ങൾ കണ്ടെത്തിയിരുന്നു, തടിക്കഷ്ണങ്ങളും കണ്ടെത്തിയിരുന്നു. ഇപ്പോൾ അത് അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്ന തടിക്കഷ്ണങ്ങളാണോ എന്നതുമായി ബന്ധപ്പെട്ട് പരിശോധന നടക്കുന്നുണ്ട്. അതിൽ വ്യക്തത വരികയും ചെയ്യേണ്ടതുണ്ട്. ഏതായാലും ഡ്രഡ്ജിംഗ് ഇപ്പോഴും നടക്കുന്നുവെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ശിരൂർ ദൗത്യം തുടരുകയാണ്. ഈശ്വർ മാൽപ്പയും അവിടെ ദൗത്യത്തിന്റെ ഭാഗമായിട്ടുണ്ടായിരിക്കുന്നു. അധികൃതർ സഹകരിക്കുന്നില്ല എന്നുള്ള വിമർശനമടക്കം ഈശ്വർ മാൽപ്പെ നേരത്തെ മുന്നോട്ട് വെച്ച് നമ്മൾ കേട്ടതാണ്. അർജുന്റെ കുടുംബവും അവിടെ എത്തിയിട്ടുണ്ട്. അർജുന്റെ സഹോദരി അഞ്ജു അടക്കമുള്ളവർ അവിടെയുണ്ട്. ദൗത്യം വേഗത്തിലാക്കണം എന്നുള്ള ആവശ്യം അവർ മുന്നോട്ട് വെച്ചിരുന്നു. ഇപ്പോൾ ഡ്രഡ്ജിംഗ് അവിടെ പുരോഗമിക്കുന്നു എന്ന വിവരമാണ് പുറത്തു വരുന്നത്. അതിനിടയിലാണ് ചില സൂചനകൾ കൂടി ലഭിക്കുന്നത്. ഗംഗാവലി പുഴയിൽ ഇപ്പോൾ ഡ്രഡ്ജർ ഉപയോഗിച്ചുകൊണ്ടുള്ള പരിശോധന തുടരുകയാണ്. തടിക്കഷ്ണങ്ങൾ കണ്ടുകെട്ടിയിരിക്കുന്നു. അത് അരുൺ പൂപ്പറമ്പുണ്ട് വിവരങ്ങളുമായി. അരുൺ, ഏറ്റവും പുതിയ വിവരങ്ങൾ എന്താണ്? നേരത്തെ ലോകഭാഗം കണ്ടെത്തിയിരുന്നല്ലോ, ഈ തടിക്കഷ്ണങ്ങൾ, അതിന്റെ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ അരുൺ. ഉന്മേഷം, അതിൽ ഇപ്പോൾ നിലവിൽ ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ നേരത്തെ ലോഹഭാഗം കണ്ടെത്തി അതേ സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ആ ലോറിയുടെ ഒരു ഭാഗം കൂടി കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ അതെന്താണെന്ന് നമുക്ക് ഇതുവരെ സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ഗിയർ ബോക്സ് ആണെന്നാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ കാണുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരിച്ചിട്ടില്ല. എന്തായാലും ആ ഡ്രഡ്ജർ ഡ്രഡ്ജറിൻ്റെ ഉപയോഗിച്ചുള്ള തെരച്ചിലിനിടയിലാണ് അത് കണ്ടെത്തിയത്. ഡ്രഡ്ജറിൻ്റെ മുങ്ങൽ വിദഗ്ധരുണ്ട്. അവർ ആ പുഴക്കടിയിലെത്തിയത് പരിശോധിച്ച് ഹുക്ക് ചെയ്തതിന് ശേഷം ഇപ്പോൾ അത് ആ ബാർജിലേക്ക് മാറ്റിയിട്ടുണ്ട്. അത് ഏത് ലോറിയുടേതാണെന്നും ഇപ്പോൾ നിലവിൽ സ്ഥിരീകരിച്ചിട്ടില്ല. അല്പസമയം മുമ്പാണ് അത് പുഴയുടെ അടിത്തട്ടിൽ നിന്ന് ഉയർത്തി ഇപ്പോൾ ആ ബാർജിലേക്ക് അത് മാറ്റിയിട്ടുള്ളത്. എന്തായാലും അത് ലോറിയുടെ ഭാഗമാണ് എന്ന കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. അത് ഗിയർ ബോക്സ് ആണോ അല്ലെങ്കിൽ എഞ്ചിൻ്റെ ഭാഗമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതുണ്ട്. നേരത്തെ എഞ്ചിൻ ഫാൻ നേരത്തെ കണ്ടെത്തിയിരുന്നു. അതേ സ്ഥലത്ത് തന്നെയാണ് ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലിൽ ഇപ്പോൾ ലോറിയുടെ മറ്റൊരു ഭാഗം കൂടി കണ്ടെത്തിയിട്ടുള്ളത്. അതിനി ഈ ടാങ്കർ ലോറിയുടേതാണോ അല്ലെങ്കിൽ നമ്മൾ തേടുന്നത് പോലെ അർജുൻ്റെ ലോറിയുടെ ഭാഗമാണോ എന്ന കാര്യത്തിൽ അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം ഉണ്ടാകും. ഇപ്പോൾ എന്തായാലും ആ ഡ്രഡ്ജർ ഉപയോഗിച്ച് തെരച്ചിൽ നടത്തി അത് നേരത്തെ ലോഹഭാഗം കണ്ടെത്തിയിട്ടുള്ള, അതായത് എഞ്ചിൻ്റെ ഫാൻ കണ്ടെത്തിയിട്ടുള്ള അതേ സ്ഥലത്ത് തന്നെയാണ്, അതേ പോയിന്റിൽ തന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ ലോഹഭാഗം കൂടി എന്തായാലും കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷെ അത് എന്താണെന്ന കാര്യത്തിലും അത് ഏത് ലോറിയുടെ കാര്യത്തിലുമാണെന്ന് അല്പനിമിഷത്തിനകം ഒരു വ്യക്തത, ഒരു സ്ഥിരീകരണം എന്തായാലും വരും. നിലവിൽ ഇപ്പോൾ ശിരൂരിൽ അല്പം മഴ കൂടി പെയ്യുന്നുണ്ട്. അത് തെരച്ചിലിന് വീണ്ടും തടസ്സമാകുമെന്ന ഒരു ആശങ്ക കൂടി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് രാവിലെ മുതൽ ഈ തെരച്ചിലിൽ ഒരു മെല്ലെപ്പോക്കുണ്ടായിരുന്നു. നാവികസേനയുടെ മാർക്ക് ചെയ്ത സ്ഥലത്തേക്ക് ഇതുവരെ തെരച്ചിൽ ആരംഭിക്കാത്തൊരു സാഹചര്യമുണ്ട്. ഈശ്വർ മാൽപ്പയ്ക്കും അവിടെ തെരച്ചിൽ നടത്താൻ അനുമതി നൽകിയിരുന്നില്ല. ഡ്രഡ്ജർ ഉപയോഗിച്ച് വളരെ പതിയാണ് തെരച്ചിൽ നടക്കുന്നത്. അതിനിടെയാണ് ഇപ്പോൾ ലോറിയുടെ ഒരു ഭാഗം കണ്ടെത്തിയിട്ടുള്ളത്. പക്ഷേ അത് നേരത്തെ ടാങ്കർ ലോറിയുടെ ഒരു 2 ടയറുകളൊക്കെ ആ ഭാഗത്ത് ഒരു ഏകദേശം ഒരു 20 മീറ്റർ അപ്പുറത്ത് നിന്ന് കണ്ടെത്തിയിരുന്നു. ഇനിയിപ്പോൾ ഇത് ടാങ്കർ ലോറിയുടെ മറ്റൊരു ഭാഗമാണോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തത ഇതുവരെ വന്നിട്ടില്ല. എന്തായാലും അത് ഒരു ലോറിയുടെ ഭാഗമാണ്. അതൊരു എൻജിൻ ബോക്സോ അല്ലെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു ഭാഗമാകാനുള്ള സാധ്യതയാണുള്ളത്. എന്തായാലും മനാഫ് ഉൾപ്പെടെ, അതായത് ലോറി ഉടമ മനാഫ് ഉൾപ്പെടെ ഇവിടെ ഉണ്ട്. അല്പസമയം ഒരു ലോറിയുടെ ഒരു ഭാഗം, ഒരു ഉപകരണമായതുകൊണ്ട് തന്നെ അതെന്താണെന്ന കാര്യത്തിൽ അല്പം കൂടി അത് പരിശോധിച്ച് അതിലൊരു വ്യക്തത വരുത്തേണ്ടതുണ്ട്. അത് ഉടൻ തന്നെ ഉണ്ടാവുകയും ചെയ്യും. നിലവിൽ എന്തായാലും ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണിപ്പോൾ അത് കണ്ടെത്തിയിട്ടുള്ളത്. നേരത്തെ ഈ എൻജിൻ ഫാൻ കണ്ടെത്തിയിട്ടുള്ള അതേ സ്ഥലത്ത് നിന്ന് ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അത് കണ്ടെത്തുന്നു. അതിനുശേഷം ഈ ഡ്രഡ്ജിംഗ് കമ്പനിയുടെ ഭാഗമായിട്ടുള്ള മുങ്ങൽ വിദഗ്ധർ, അവർ 3 പേർ ഇന്ന് അവർ തെരച്ചിലിൻ്റെ ഭാഗമായിരുന്നു. അവർ പുഴക്കടിത്തട്ടിലെത്തി അവരുടെ കയറ് അതിൽ ഹുക്ക് ചെയ്ത് ഇപ്പോൾ പതിയെ മുകളിലേക്ക് ഉയർത്തിയ ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത്. അത് ആ ബാർജിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു പക്ഷേ മനാഫിനെ ഉൾപ്പെടെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകാനുള്ള ശ്രമമായിരിക്കും ഇനി നടത്തുക. ഇനി അവിടെ എത്തി നേരിട്ടത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു
ഒരു നടപടിയായിരിക്കും, ഒരു നീക്കമായിരിക്കും ഇനി ഉണ്ടാവുക എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഷിരൂർ ദൗത്യത്തിൽ ഇന്ന് ഈ അരുൺ നേരത്തെ ഈ തടിക്കഷ്ണങ്ങൾ കണ്ടെത്തിയിരുന്നല്ലോ, അത് ഈ അർജുന്റെ ലോറിയിൽ ഉണ്ടായിരുന്നതാണ്, അങ്ങനെ ഒരു സ്ഥിരീകരണം ഉണ്ടോ അരുൺ? നേരത്തെ കണ്ടെത്തിയിട്ടുള്ള തടിക്കഷ്ണം അർജുന്റെ ലോറിയുടെ തന്നെയാണ്. നേരത്തെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസം തടിക്കഷ്ണം കണ്ടെത്തിയ സ്ഥലത്ത് നിന്നും ഏകദേശം ഒരു 10 മീറ്റർ അകലെ മാത്രമാണ് ആ തടിക്കഷ്ണവും കണ്ടെത്തിയിട്ടുള്ളത്. അതിൻ്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ എന്തായാലും പുറത്തു വരുന്നുണ്ട്. അത്തരത്തിൽ ഇന്ന് രാവിലെ പതിയെ തുടങ്ങിയ തെരച്ചിലിൽ ഇപ്പോൾ അല്പസമയം ഒരു 30 മിനിറ്റ് മുമ്പ് മാത്രമാണ് ഇത്തരത്തിലുള്ള അപ്ഡേഷനുകൾ അല്ലെങ്കിൽ തെരച്ചിലിൽ കുറച്ചുകൂടി ഒരു ലീഡ് ഉണ്ടാവുന്നത്. ആ തടിക്കഷ്ണവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ആ ലോറിയുടെ ഒരു ഭാഗം കൂടി ഇപ്പോൾ തെരച്ചിലിനൊടുവിൽ കണ്ടെത്തിയിരിക്കുന്നു. അത് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനിടെ ഈ ദൗത്യ മേഖലയിൽ മഴ പെയ്യുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ട്. അത് ഇതിന് തടസ്സമാകുമോ എന്ന കാര്യത്തിൽ ഒരു അത്തരത്തിലുള്ള ആശങ്ക എന്തായാലും നിലനിൽക്കുന്നുണ്ട്. ശക്തമായ മഴ പെയ്താൽ ഡ്രഡ്ജിങ് സാധ്യമാകില്ല എന്ന് നേരത്തെ തന്നെ ഈ കമ്പനി വ്യക്തമാക്കുകയും ചെയ്തതാണ്. പക്ഷേ ശക്തമായ മഴ നിലവിൽ എന്തായാലും ഇല്ല. ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് എന്തായാലും ലോറിയുടെ ഭാഗമാണ്. അതോടൊപ്പം തന്നെ തടിക്കഷ്ണവും കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോറിയുടെ ഭാഗം ഇത് അർജുൻ്റെ ലോറിയുടേതാണോ അല്ലെങ്കിൽ ടാങ്കർ ലോറിയുടേതാണോ എന്ന് മാത്രമാണ് സ്ഥിരീകരിക്കേണ്ടതുള്ളത്. ലോറിയുടെ എന്തു ഭാഗമാണെന്ന കാര്യത്തിലും അല്പസമയത്തിനകം ഒരു സ്ഥിരീകരണം ഉണ്ടാവുകയും ചെയ്യും ഉന്മേഷ്.